എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പാർവതി, നമ്മുടെ തുറമുഖം അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം വലിയൊരു വിവാദങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അന്നും ഇന്നും ഒക്കെ ഒരു നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നൊക്കെ പറയുന്നത്. അതെ, തറക്കല്ലിട്ടപ്പം മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ്. അന്ന് തുടങ്ങി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. ആ സമയത്ത് പ്രതിപക്ഷത്തിലിരുന്ന LDF മുന്നണി തന്നെ പറയുന്നത് ഒരു പകൽക്കൊള്ള, ഒരു കടൽ കൊള്ള എന്ന് തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി വിശേഷിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അതേ LDF മുന്നണി ഇവിടെ ഭരണപക്ഷത്ത് വന്നപ്പോൾ അത് നേരെ പ്ലേറ്റ് തിരിക്കുകയാണ് ചെയ്തത്. അതെ അതെ, തീർച്ചയായിട്ടും ഭരണപക്ഷത്തേക്ക് വന്നപ്പോൾ അത് നേരെ തിരിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്നത്തെ മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കടൽക്കൊള്ള എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. പിന്നീട് LDFന്റെ കാലത്തോട്ട് വന്നപ്പോൾ ലോകത്തിന്റെ നെറുകയിലേക്ക് അല്ലെങ്കിൽ ലോക കവാടം തുറന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം UDF സർക്കാർ വീണ്ടും അധികാരത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിൽ കയറിയപ്പോ അതെ അതെ മുഖ്യമന്ത്രിയുടെ കീശ നിറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദാനിയുമായിട്ട് ചേർന്ന് പല രീതിയിൽ കളികൾ കളിക്കുന്നു എന്ന രീതിയിലേക്ക് വരെ നമുക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വിധി, അതായത് ഈ വിഴിഞ്ഞം പദ്ധതി ശരിക്കും ജനങ്ങൾക്ക് ഗുണകരമാണോ, അതോ ഈ LDF സർക്കാർ പറയുന്ന പോലെ എന്താ പറയുക ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണോ എന്ന് നമുക്ക് ജനങ്ങളുടെ തന്നെ ചോദിച്ചറിയാം. അതെ, വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണോ അതോ നമ്മുടെ ലോകത്തിന്റെ നെറുകയിലേക്ക് തന്നെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണോ? ലോകത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് ഇത് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. ലോകത്തിന്റെ തന്നെ സാമ്പത്തിക നേട്ടത്തിന് വലിയൊരു കൈമുതലാണ് വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? വിഴിഞ്ഞം വലിയൊരു ജോലി സാധ്യതയൊക്കെ തരുന്നതാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും അത് ശരിയുള്ള കാര്യമാണ്. കാര്യം ഞങ്ങൾ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ലോജിസ്റ്റിക്സിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന എയർപോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ആയാലും ശരി തന്നെ ഇവിടുന്ന് പോകുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്പറേഷൻസ് നന്നായിട്ട് അറിയാം. ഈ വിഴിഞ്ഞം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കണക്ക്, ഞങ്ങളുടെ ഒരു ഊഹം വെച്ച് കണക്ക് പോകാൻ ഡെയിലി ഏകദേശം ഒരു 10-35,000 ടണ്ണെങ്കിലും സാധനം കയറി പോകുമെന്നാണ് പറയുന്നത്. ഒരു 5 വർഷത്തിനിടവേളയ്ക്കകം ഇത്രയും കാര്യങ്ങൾ പോകുന്നത് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5,000-ഓളം പേർക്ക് ആദ്യത്തെ ഘട്ടത്തിൽ ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ. പിന്നെ ഈ വിഴിഞ്ഞം പോർട്ട് മാത്രം വന്നാൽ പോരാ. കാര്യം ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതിനുള്ള പറ്റിയിട്ടുള്ള എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ വേണം, വെയർ ഹൗസുകൾ വേണം, റോഡുകൾ വേണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം നല്ല രീതിയിൽ ഓപ്പറേഷൻസ് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയും. കാര്യം ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓപ്പറേഷൻസ് ഇല്ല. വേറെ സ്ഥലത്തോട്ട് പോകുന്നത് ഇവിടെ ജസ്റ്റ് ഇറക്കി വെക്കുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. അത്ര നന്നായിട്ട് വരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. വലിയൊരു സാമ്പത്തിക നേട്ടത്തിലേക്ക് കൈവെക്കുന്നതാണ് തുറമുഖം പദ്ധതി എന്ന് പറയുന്നത്. എന്താ പറയാനുള്ളത്? സാമ്പത്തിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഷിപ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെയർ ഹൗസുകളും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ നമുക്കിത് കൂടുതലായിട്ടും ഇതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ആവട്ടെ എന്നാണ് പറയാനുള്ളത്. രാഷ്ട്രീയപരമായ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 10 വർഷത്തോളം LDF ഗവൺമെൻറ് ഭരിച്ചു. അതിന് തൊട്ട് മുമ്പായിട്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് അവരൊരു പോർട്ട് നിലവിൽ വരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന ഗവൺമെൻറ്റും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഒരു പോർട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിലുള്ള കൊളംബോയിലായിരിക്കും കൂടുതലും ഈ റൂട്ടിൽ പോകുന്നതിൽ ചെയ്യുന്നത്. കൂടുതലും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്നത് അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്ക് അത്രയും വലിയൊരു പോർട്ടുള്ള സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിനെ അത് ബാധിക്കും. നല്ല രീതിയിൽ ഒരു വലിയ വികസനം ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, അത് നടക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹം. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിയിട്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാടിന് ഒരു പുതിയ ഉണർവായിരിക്കും. സാമ്പത്തികപരമായിട്ടായാലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടും രാഷ്ട്രീയപരമായിട്ട് വിയോജിച്ച് നിൽക്കാണ്ട് എല്ലാവരും ഇതിന് ഒത്തൊരുമിച്ച് നിൽക്കുന്നതിന് എനിക്ക് പറയാം. വിദേശ നിക്ഷേപം ഇതിലേക്ക് വരുന്നുണ്ടെന്ന അഭിപ്രായം?
എനിക്കതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. കാര്യം ഇപ്പം തന്നെ MSC ഏകദേശം 49% ഷെയർ എടുക്കുന്നതാണ് കേട്ടത്. കാര്യം നമ്മളിവിടെ 1993 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലും എന്താണ് ഈ സാമ്പത്തികമായി ഇടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ എന്താ പറയുക ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് വിദേശ കമ്പനികളാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ എന്താണ് ഉദാഹരണമാണ് ഈ കാറുകളെല്ലാം. പല കാറുകളും എന്താണ് പറയുക വിദേശ കാറുകൾ ഇവിടെ ഇറക്കി, അങ്ങനെ പല കാര്യങ്ങൾ. അങ്ങനെയാണ് ഇത് കുറച്ചുകൂടെ പൊങ്ങി വന്നത്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ എന്താണ് ഇവിടെയുള്ള ആൾക്കാരുടെ ജോലി ഭദ്രത കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ മാത്രം നമ്മൾ ഇപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വർഷങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും എന്താ പറയുക ഇതുപോലെ വിദേശ നിക്ഷേപങ്ങൾ വരുന്നാൽ മാത്രമേ അവരോടൊപ്പം നമുക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. നേട്ടങ്ങളിപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ജില്ലകളുടെയും ആൾക്കാർക്കും അത്യാവശ്യം നല്ല നേട്ടങ്ങൾ കാണും. ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കാണും. ജോബായിരുന്നാലും ഇപ്പം വികസനമായിരുന്നാലും എല്ലാവർക്കും അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ അതെ, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതിനപ്പുറത്തേക്ക് വലിയൊരു ജോലി സാധ്യതയൊക്കെ. ജോലി സാധ്യത അത്യാവശ്യം ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ബോയ്സ് ആയിരുന്നാലും ഗേൾസ് ആയിരുന്നാലും ആർക്കും ജോലികൾ കുറച്ച് കുറവാണ്. ഇപ്പം എന്ത് പഠിച്ചിരുന്നാലും ഇപ്പം എന്ത് ജോലിക്ക് പോയാലും ഇൻ്റർവ്യൂ ചോദിക്കും, എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഓൾറെഡി ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. എനിക്ക് അത് പേഴ്സണലി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ അന്നത്തെ വിമർശനങ്ങൾക്കൊക്കെ കാരണമായി. പിന്നീട് അത് ഇടതുപക്ഷം വന്നപ്പോൾ അത് പ്ലേറ്റ് മാറ്റുന്ന ഒരു രീതി നമ്മളതിൽ കണ്ടായിരുന്നു. അതെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പാർട്ടി സംബന്ധമായിട്ട് യാതൊരു വിധമൊന്നും പറയാനറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒരുപാട് വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് സാമ്പത്തികമായിട്ട് ഗുണകരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തൊഴിൽ സാധ്യതയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ടാവോ? മേ ബി ചിലപ്പോൾ ഫ്യൂച്ചർ വരായിരിക്കാം. കാരണം പ്രൊജക്റ്റ് നമുക്കറിയില്ല എന്താണ് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാന്ന്. അപ്പം രാഷ്ട്രീയപരമായിട്ട് ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് UDF സർക്കാരാണ് ഇത് ആദ്യം തുടങ്ങിയത്. തറക്കല്ലിട്ട് തന്നെ UDF സർക്കാർ തന്നെയാണ്. ആ സമയത്ത് LDF അത് മുന്നണി പറഞ്ഞത് ഇതിന് എതിർത്താ പറഞ്ഞത്, ഒരു കടൽക്കൊള്ള എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയണത്? ഇപ്പം അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം വെച്ചാൽ ഞാൻ രാഷ്ട്രീയം നോക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞത് ടൂറിസം മേഖല നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല സൗകര്യം, ഫാമിലിയായിട്ട് വരാനും കപ്പിളായിട്ട് വരാനും കാണാനും എൻജോയ് ചെയ്യാനും നല്ല പറ്റിയ സ്ഥലമാണ്. ചുറ്റും കടലിൽ ഒരു സമാധാനം കിട്ടുന്ന ഒരിത്. പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇത്രയും വലിയ ഉയർത്തി വരണമെങ്കിൽ എത്ര വലിയ അഴിമതി നടത്തി കാണണം. അവരാണ് അഴിമതിക്കാർ, അല്ലാതെ UDF എല്ലാം അഴിമതിക്കാർ. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ആളുകളുണ്ടെങ്കിലും അവിടെ കോൺഗ്രസ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇല്ല. കമ്മ്യൂണിസ്റ്റ് ഇതോടെ പരാജയപ്പെട്ടു പോകും അവരുടെ രാഷ്ട്രീയം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തന്നെ തുടക്കമിട്ടത്. ആ തുടക്കത്തിൽ ദേശാഭിമാനി മറ്റേ കൈരളി ചാനലിൽ മറ്റേ സരിതയുടെ ഒരു ഫോട്ടോ കൊടുത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോ കൊടുത്ത് ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ മേശയുടെ മുമ്പിൽ തന്നെ ഇതൊക്കെ ഞാൻ കണ്ട ആളാണ്. ആ ഒരു ഫോട്ടോ വെച്ചാണ് അവർക്ക് ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് അന്നൊക്കെ കടൽക്കൊള്ളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈരളി അല്ലെങ്കിൽ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ വിമർശനങ്ങളൊക്കെ ആയിട്ട് നിർന്നിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ VD സതീശൻ സർക്കാർ കയറിയപ്പോൾ UDF സർക്കാർ വീണ്ടും കയറിയ സമയത്ത് അവർ വീണ്ടും വിമർശനം അവർക്ക് ഉയർത്താതെ പറ്റൂലല്ലോ. അവർക്ക് ഉയർത്താൻ പറ്റില്ല. കാരണം ഈ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് 2 മാസത്തോളം ആയിട്ടുള്ളൂ. ഇപ്പം ഇവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടാക്കണ്ടേ? ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് പിന്നെ കാശുണ്ടാക്കി അവർ ഒരു രൂപ 6,000 കോടിയോ 8,000 കോടിയൊക്കെ അവിടെ വെച്ചുകൊണ്ട് എത്ര പേർക്ക് കാശ് കൊടുക്കാനുണ്ട്. ആ കാശൊക്കെ അങ്ങനെ അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നില്ലേ? അവരൊക്കെ ഫ്രണ്ടിൽ വെച്ച് എന്തിനാ അവർ ഇലക്ഷന് 3 മാസം മുമ്പുള്ളപ്പോഴാണ് 2,000 രൂപ പെൻഷൻ 1,600 400 കൂട്ടിക്കൊടുത്തത്. 2,500 രൂപ പെൻഷൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവർ 2,000 ആ ഇലക്ഷൻ്റെ സമയത്ത് 400 രൂപ കൂട്ടി 2,000 രൂപയ്ക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ. പക്ഷേ ഞങ്ങളെ ഇത് കേരളീയരാണ്.
കേരളത്തിൽ ഞങ്ങളെ ബോധമുള്ളവരാ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ പരിപ്പൊന്നും ആ വെള്ളത്തിൽ വേവില്ല. നമ്മുടെ ഈ വിഴിഞ്ഞ പദ്ധതി വരുന്നത് കൊണ്ട് വലിയൊരു ജോലി സാധ്യതയൊക്കെ ഇപ്പം യുവതലമുറയെ സംബന്ധിച്ച് ജോലി കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ തുറമുഖം വരുന്നത് കൊണ്ട് നമുക്ക് ജോലി സാധ്യത വളരെയധികം കൂടില്ലേ? ജോലി ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. ഈ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കടകൾക്ക് ജോലി ഉണ്ടാവും. ഇവിടെയുള്ള ഈ സ്ഥലം, ഈ വിഴിഞ്ഞം പദ്ധതി, ഈ സ്ഥലം വികസനത്തിൻ്റെ ഒരു കോട്ടയായിട്ട് മാറും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം. ജനങ്ങൾക്ക് സേവനം ചെയ്യണം. ജനങ്ങൾക്ക് സേവനം ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ പാർട്ടിക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഈ രാഹുൽ ഗാന്ധിയും മറ്റേ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിനെ ഇനിയും മുകളിലേക്ക് ഉയർത്തും. ഒരു ഇതും വിചാരിക്കേണ്ട. അങ്ങനെയാണ് ഇപ്പോഴത്തെ കിടപ്പ്. ഇവിടെ LDF എന്ന് പറഞ്ഞ സാധനം അമ്പേ പരാജയപ്പെട്ട് ഇനി സാധനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കുറേ DYFക്കാരെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ കുട്ടിച്ചോറാക്കാനായിട്ട്. അവർ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചതും അതുപോലെ വോട്ടിട്ട് ഔട്ടിയതും ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെ അവരെ നീക്കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർക്ക് ഉണ്ടാവില്ല. അതുപോലെ ഉള്ള ആ അടിച്ചമർത്തൽ. അതെ, എന്ത് വന്നാലും UDF സർക്കാർ ഈ ഒരു പദ്ധതിയുടെ വിജയമായിട്ട് മുന്നോട്ട് തന്നെ പോകും അല്ലേ? പോകും. ഈ ദേശത്തിന് തന്നെ ഒരു നേട്ടം തന്നെ. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്ക് പല ജോലികൾ നഷ്ടമായി എങ്കിലും അന്താരാഷ്ട്രമില്ലേ, അപ്പം പിന്നെ നമുക്കിത് നേട്ടം തന്നെയാണ്. വലിയൊരു ജോലി സാധ്യതയാണ് തുറന്നു സാധ്യതയുണ്ട്. പഠിത്തമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഗുണമുണ്ട്. ഗുണമുള്ള കാര്യം തന്നെ. പിന്നെ ആൾക്കാരറിഞ്ഞില്ലേ, പാവങ്ങളില്ലേ, ഇതന്നെ കടൽ കയറി നശിച്ചു പോയാൽ പിന്നെ ഇല്ല. അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് പലരും. വിഴിഞ്ഞത്ത് എൻ്റെ വീട് ഇവിടെ കുറച്ചപ്പുറമാണ്. എനിക്കറിയാം ഇവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. കൂടെ ബഹളങ്ങളും എല്ലാം കേൾക്കണില്ലേ, പത്രത്തിൽ വാർത്ത വരും. അറിയും ബഹളം എല്ലാം ഉണ്ട്. ചൊല്ലി വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ അതിനേക്കാളും മാറ്റി മറിച്ച് ഇനി ഒരു വീണ്ടും പുരോഗതി ഉണ്ടാക്കട്ടെന്നാണ്. മുന്നോട്ട് തന്നെ പോട്ടെ. ഇതുപോലെ പഠിത്തമുള്ളവർക്കൊന്നും തൊഴിലില്ല, അത് ഏറ്റവും വലിയ ദോഷം. B.Ed ഒക്കെ കഴിഞ്ഞാണ്, 11 വർഷമായി. B.Ed കേറ്റിട്ട് ഇന്നലെ പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയപ്പോൾ പറയണ നിങ്ങൾക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ല, സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് വരണമെന്ന്. സ്കൂളിൽ റിപ്പോർട്ട് കൊടുക്കില്ല. കാരണം അതെല്ലാം ആര് കൊണ്ടുപോണ്? ബോർഡ് മെമ്പർമാരുണ്ട്, ഈ പിന്നെ പാർട്ടിക്കാരുടെ കയ്യിലാണ്. അഥവാ ചെന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നാൽ പോലും നമുക്കൊന്നും അതിനൊരു വില കാണില്ല. റെക്കമെൻഡേഷനാണ്. പല സ്കൂളുകളിലും പോയി നോക്കി, ഓരോരുത്തരും രക്ഷയില്ല. എക്സ്പീരിയൻസ് ചോദിക്കുമ്പം ആര് കൊടുക്കാൻ? ഒരു 6 മാസമെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ജോലി കൊടുത്താലേ അതിലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ആരും കൊടുക്കാതിരുന്ന അവർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും? പക്ഷെ അത് അവരുടെ തലപ്പത്തുള്ളവരങ്ങ് എല്ലാം കൈയടക്കുന്ന. അതാണ് ഒരുപാട് കുട്ടികൾ ജോലി തൊഴിലില്ലാതെ അല്ലെങ്കിൽ ഡിഗ്രി എടുത്ത ഒരുപാട് പിള്ളേർ എൻ്റെ ചുറ്റിലുമുണ്ട്. ഞാനും ഒരു ടീച്ചറായിരുന്നു, റിട്ടയർഡായി. പക്ഷെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു തുറമുഖം വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഇനി ഭാവിയിൽ തരാനിരിക്കുന്നത്, ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഉള്ളത് ഈ ഒരു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച്? വിഴിഞ്ഞം തുറമുഖം ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ജോലിയില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്, ആൾക്കാർക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഉപകാരമുണ്ട്. പിന്നെ കടകളായിരുന്നാലും ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് പുരോഗതികളുണ്ട്. അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗ്ഗമാണിത്. എല്ലാത്തിനും സന്തോഷമുണ്ട്. രാഷ്ട്രീയപരമായിട്ട് പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ ഈ ഇവിടെ ഒരു പദ്ധതി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പുറ രാജ്യങ്ങളിലാണ് ആൾക്കാർ കൂടുതലും തൊഴിലന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് വരെയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇവിടെ ജോലി സാധ്യത കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാ വർഷവും ഒരു വലിയ രീതിയിലുള്ള മൈഗ്രേഷനാണ് പുറത്തോട്ട് നടക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടൊക്കെ ഇത് സാധിക്കല്ലേ?
നേട്ടവും അതുപോലെ തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലൊക്കെ വലിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എന്താ അഭിപ്രായം? പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെ. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇത് ഇനിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം പോർട്ടിൻ്റെ ഏരിയ. ഇപ്പോൾ ഒരു 2000 മീറ്റർ ആക്കണം, അതിനൊരു 5000 ആക്കണം. എന്നാലേ അതിൻ്റെ ഒരു നമുക്കതിൻ്റെ ശരിയായിട്ടുള്ള ബെനിഫിറ്റും ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുകയുള്ളൂ. ഇപ്പം കൊളംബോ പോർട്ട് എന്ന് പറഞ്ഞാൽ അത് 15,000 മീറ്റർ ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു കുറഞ്ഞതൊരു 5000-10000 മീറ്ററെങ്കിലും ആക്കിയാലേ അത് വരുള്ളൂ. ഇത് ആ രീതിക്ക് പോകുന്നൊരു ഇതുണ്ട്. വലിയൊരു തൊഴിൽ മേഖലയിലൊക്കെ വലിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ പോർട്ട് എവിടെ ഡെവലപ്പ് ആവുന്ന അവിടെ അത് സംബന്ധിച്ച് എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും വരും. അതിൻ്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള 2 രീതിക്കുമുള്ള. അപ്പോൾ ഈ ഗവൺമെൻറ് നല്ല പ്രതീക്ഷയുണ്ട് ഈ ഗവൺമെൻറ് ചെയ്യുമെന്ന്. വിവാദത്തിലൂടെയാണ് അന്നും ഇന്നും ഒക്കെ കടന്നു പോകുന്നത്. ഒരു വലിയ പ്രോജക്റ്റ് വരുമ്പോൾ വിവാദം സ്വാഭാവികമായിട്ടും വരുന്നതാണ്. പിന്നെ അതിനുള്ള ഇത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട്. എന്നാലും ഈ പദ്ധതി മുന്നോട്ട് പോകണമെന്ന് തന്നെ അഭിപ്രായമാണ്. അത്യാവശ്യം ജോലി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കൂടുതലും പള്ളി കേന്ദ്രീകരിച്ച് അത്യാവശ്യം കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള മേഖലകളിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. വലിയൊരു സാമ്പത്തിക നേട്ടത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു പദ്ധതി. ഉറപ്പായിട്ടും നല്ല മാറ്റം ഉണ്ടല്ലോ നേരത്തെ തന്നെ കാട്ടി. ഇപ്പോൾ നമുക്ക് MNC കമ്പനി തന്നെ ഇപ്പോൾ 2000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയല്ലേ, നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലായിട്ട്, ഇപ്പോൾ ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കോളേജിൽ പിള്ളേരില്ല. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ജോലിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, പുറത്ത് പോയിട്ട് അവർ പെട്രോൾ പമ്പിൽ നിന്നിരുന്നാലും പാത്രം കഴുകിയായിരുന്നാലും ഹോം കെയർ നടത്തിയിരുന്നാലും പൈസ കാണിക്കാൻ അവർ തയ്യാറാണ്. റീസൺ അവർക്ക് ഒത്തിരി വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജോലി ഉണ്ടെങ്കിൽ അവരിവിടെ നിൽക്കുകയുള്ളൂ. കാര്യം അത് കഷ്ടപ്പാട് ഓൾറെഡി അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങോട്ടുള്ള കുട്ടികളുടെ ഒഴുക്കും കൂടുന്നുണ്ട്, അവിടെ നിന്നൊക്കെ പോകുന്നതിനേക്കാൾ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്ന് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ പിള്ളേർ, നമ്മുടെ യുവത്വം എല്ലാം ഇവിടെ നിൽക്കണം. നമ്മുടെ സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ മൈഗ്രേഷൻ എല്ലാ വർഷവും ഉറപ്പായിട്ടും. അപ്പോൾ അതൊക്കെ മാറി നല്ല രീതിക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നാലേ നമ്മുടെ കുട്ടികൾക്ക് അറിയാലോ, ന്യൂ ജനറല്ലേ അവർ സോഷ്യൽ മീഡിയയിലൂടെയും അപ്പോൾ പല മേഖലകളുടെയൊക്കെ അവർക്ക് മറ്റ് രാജ്യങ്ങളുടെ വികസനവും അവിടുത്തെ പൊളിറ്റിക്കൽ ഫ്രീഡം ഒക്കെ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ വരണമെങ്കിൽ ആദ്യം നമുക്ക് വരുമാനം വരണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. തീർച്ചയായിട്ടും ഉണ്ടാവണം. നല്ലതാണ്. MNC ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇപ്പോഴുള്ള വിവാദങ്ങളൊക്കെ ഒഴിവാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കമ്പനി 2000 കോടി രൂപ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് 2 കൈ നീട്ടി സ്വീകരിച്ച്, പ്രത്യേകിച്ച് ഇവിടുത്തെയുള്ള യുവത്വത്തെങ്കിലും മാനിച്ച് നമ്മളെല്ലാവരും അത് മാനിച്ച് ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതായത് UDF സർക്കാർ പ്രധാനമായിട്ടും ഒരു അലയൻസിലാണ് പോകുന്നത് നിലവിൽ. ഇപ്പം തന്നെ 49, അതായത് ഇത്ര എമ്മോട് പറഞ്ഞിട്ട് 49% പോർട്ട് MSCക്ക് കൊടുത്തു കഴിഞ്ഞു. അതിലുള്ള നേട്ടം ആർക്കാ? ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്ക്. പിന്നെ ഈ കരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുമ്പോഴത്തേക്കും ഷിപ്പ് വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അവരുടെ വെള്ളം ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുമ്പത്തെ കണക്കിൽ മത്സ്യബന്ധനം പോലും നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കരമടി തൊഴിലാളിയുണ്ട്. ഈ വിഴിഞ്ഞ പ്രദേശത്ത് കരമടി തൊഴിലാളികളുണ്ട്. അവർക്ക് പാക്കേജിൻ്റെ കേസ്. നേരത്തെ കുറേ പാക്കേജ് പ്രഖ്യാപിച്ചു, പക്ഷെ അതെല്ലാവർക്കും കിട്ടിയിട്ടുമില്ല. അതായത് ഇപ്പോൾ ഇത് നോർത്ത് ഭാഗമാണ്, വിഴിഞ്ഞം നോർത്ത് ഭാഗമാണ് ഇത്. ഈ നോർത്ത് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വന്നിട്ട് അവർക്ക് പാക്കേജ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാക്കേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. ചില ആൾക്കാർക്ക് ചില സ്വാധീനം വെച്ച് അങ്ങനെ കിട്ടിയതേ ഉള്ളൂ. ഞാൻ ഏകദേശം ഒരു 10-12 വയസ്സോടെ കടൽപ്പണിക്ക് പോയ ഞാനാണ്. ഏകദേശം 2016 കാലയളവിൽ ഇങ്ങനെയുള്ള ഒരു പദ്ധതി വരണമെന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമായി. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. അവരവരുടെ മൗലിക അവകാശമൊക്കെ നേടിത്തരുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഹാർബറോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് ഹാർബർ കല്ലിട്ടത് അയാളാണ്. എന്നിട്ട് 10 വർഷം അവർ ഭരിച്ച്. അവരെ ഭരണം ഉണ്ടായപ്പോൾ ഇവിടെ ഏതൊരു തടസ്സമില്ലായിരുന്നു. അയാൾ പ്രധാനമന്ത്രി വന്നപ്പോഴും ഉദ്ഘാടനത്തിനും കാര്യങ്ങളെല്ലാത്തിനും ഇവിടുത്തെ നമ്മളെ പിണറായി വിജയൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴ് വലതുപക്ഷം വന്നപ്പോൾ, കോൺഗ്രസ് വന്നപ്പോൾ അവർ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇവർ എതിർക്കുകയാണ്. ഈ 10 വർഷം വരെ അവർക്ക് എതിർക്കാൻ വേണ്ടിയിട്ട് ആരില്ലായിരുന്നു. അവർ കൊണ്ടുവന്ന പദ്ധതിയെല്ലാം ഈ കോൺഗ്രസ്സുകാർ സമ്മതിച്ചു. ഇപ്പം കോൺഗ്രസ്സുകാർ കയറി കുറച്ച് പദ്ധതി കൊണ്ടുവന്നപ്പോൾ അവർ എതിർക്കുകയാണ്.
ഇത് നമ്മളെ വരും തലമുറയ്ക്കുള്ള നല്ല നേട്ടമാണ് ഇവിടെ വിഴിഞ്ഞം തുറമുഖം വരാൻ പോണത്. നമ്മുടെ തലമുറ കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ വരുമ്പോഴും അവരെങ്കിലും നന്നാവുമല്ലോ. അതുകൊണ്ടുള്ള പദ്ധതിയാണ് ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയത്. വലിയൊരു ജോലി സാധ്യത, ഇപ്പോൾ തൊഴിലില്ലാത്ത എത്രയോ ജനങ്ങളുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അപ്പം വലിയൊരു ജോലി സാധ്യത തുറന്നു കിട്ടുന്ന ഒരു മേഖലയും അതിലെ മക്കൾ പറഞ്ഞ നമ്മുടെ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറയ്ക്ക് ഈ അദാനിയുടെ തുറമുഖം വന്നിരുന്ന അവർക്ക് നല്ലൊരു വായ്പൊക്കെ കിട്ടും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, പല സമ്പത്തൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെ ഇതെല്ലാം അങ്ങോട്ടും പോകും. പിന്നെ നമ്മളെ ജീവിതങ്ങളെല്ലാം അതെല്ലാം നിർത്തലാക്കും. നിർത്തലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തിന് കടലിൽ പോകുമ്പോൾ കിട്ടിയാൽ കൊണ്ട് ഇല്ലെങ്കിലില്ല. ഇതായിരിക്കുമ്പോൾ നമ്മൾ അന്നുള്ള ജീവിതമാണ്, മാസക്കണക്കിലുള്ള സമ്പത്തിനുള്ള വരുമാനം, അങ്ങനെയും പല രീതിയിൽ പല വകുപ്പിലേക്കും പോവുകയുള്ളൂ. ഇതാണ് ഈ തുറമുഖത്തിൻ്റെ ഇത്. ഇപ്പോൾ ജോസ്, നമ്മൾ എല്ലാവരുടെയും പ്രതികരണമൊക്കെ അറിഞ്ഞു അല്ലേ? അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. പലരും പറയുന്നത് ഈ വ്യവസായം, പിന്നെ ടൂറിസം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അതിനെപ്പറ്റി പറയുന്നുണ്ട് അല്ലേ? അത് തീർച്ചയായിട്ടും പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദം പറയുന്ന ആൾക്കാരുണ്ട്. തോന്നുന്നില്ല. ഏതായാലും എന്താവുമെന്ന് നമുക്കും ഒരു ക്യൂരിയോസിറ്റി ആവും. ഇനി ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖത്ത് എന്തായി തീരും. LDF സർക്കാർ ഇനി എന്തൊക്കെ വാദങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരും, UDF സർക്കാർ എന്തൊക്കെ പുതുതായിട്ട് കൊണ്ടുവരും എന്നൊന്നും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഏതായാലും നമുക്ക് പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ജയ് ഹിന്ദ്.